നമസ്കാരം, ഫുട്ബോൾ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ചാകര തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കോപ്പ അമേരിക്ക ആണെങ്കിലും മറുവശത്ത് യൂറോ കപ്പ് നടക്കുന്നു. ആരാധകർ അവർക്ക് ഇഷ്ടമുള്ള കളികൾ ചൂസ് ചെയ്ത് കാണുന്നു. ഞാനും അങ്ങനെ തന്നെയാണ്. എല്ലാ കളികളും എനിക്ക് കാണാൻ സാധിക്കാറില്ല. സമയപരിമിതി തന്നെയാണ് കാരണം. ഇന്നലെ ഞാൻ ചൂസ് ചെയ്തത് ബ്രസീലിൻ്റെ കളിയാണ്. സത്യത്തിൽ അതൊരു റോങ് ഡിസിഷനായിരുന്നു. കളി കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഗോൾ രഹിത സമനിലയായിരുന്നു ഫലം. ബ്രസീലിനെ സംബന്ധിച്ച് കോസ്റ്റാറിക്ക ഒരു മികച്ച എതിരാളികളെ ആയിരുന്നില്ല. ബ്രസീൽ ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഗോളാക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. ഇവിടെ കോസ്റ്റാറിക്കൻ ഗോൾ കീപ്പർ പാട്രിക് സിക്വേരയുടെ കാര്യം എടുത്തു പറയണം. മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കോസ്റ്റാറിക്കൻ പ്ലെയറിൻ്റെ ഒരു ഓൺ ഗോൾ വരെ അദ്ദേഹം തടഞ്ഞിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ലൂക്കാസ് പാക്കറ്റയുടെ ഒരു ഷോട്ട് ബാറിലിടിച്ചു പോകുന്നതും മാർക്കിന്യൂസിൻ്റെ ഒരു ഗോൾ അത് സെലിബ്രേഷൻ വരെ കഴിഞ്ഞതാണ്. പിന്നീട് വാർ ചെക്ക് ചെയ്ത് അത് ഡിസലൗഡ് ചെയ്യുകയായിരുന്നു. പിന്നീട് വിനീഷ്യസ് ജൂനിയറിനെ ബോക്സിൽ വീഴ്ത്തിയതിനൊരു പെനാൽറ്റിയും പ്രതീക്ഷിച്ചിരുന്നു, അതും നടന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ ബ്രസീലിനെ സംബന്ധിച്ച്, ബ്രസീലിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചും ഇതൊരു അൺലക്കി ഡേ തന്നെയായിരുന്നു. മത്സരത്തിൽ ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, റാഫീഞ്ഞ, ലൂക്കാസ് പക്കറ്റ്വ എന്നിവർ ചേർന്നായിരുന്നു. ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് കിരീട ഫേവറേറ്റ്സുകളായി കണക്കാക്കപ്പെടുന്ന അർജന്റീനയും ഉറുഗ്വായും വിജയത്തോടെ തുടങ്ങുകയും ബ്രസീലിന് അത് സാധിച്ചില്ല എന്നതും ഒരു നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എങ്കിലും അടുത്ത കളിയിൽ ബ്രസീൽ വിജയവഴിയിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി കോപ്പ വിട്ട് യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് ഈ ടൂർണമെന്റ് കണ്ട ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നിന് സാക്ഷ്യം വഹിച്ചത്. ക്രൊയേഷ്യ വേഴ്സസ് ഇറ്റലി. റൗണ്ട് ഓഫ് 16ലേക്ക് വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങിയ ക്രൊയേഷ്യയ്ക്ക് സമനില നേടാനായിരുന്നു വിധി. 1-1 സമനില. മത്സരത്തിൽ ക്രൊയേഷ്യയാണ് ആദ്യ ലീഡ് നേടുന്നത്. ലൂക്ക മോഡ്രിച്ചാണ് ക്രൊയേഷ്യയ്ക്ക് വേണ്ടി ഗോൾ നേടിയത്. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് തന്നെ ഒരു പെനാൽറ്റി നഷ്ടമാവുന്നത് നമ്മൾ കണ്ടു. പിന്നീട് 90 മിനിറ്റും കഴിഞ്ഞ് സ്റ്റോപ്പേജ് സമയം 8-ാം മിനിറ്റിലെത്തിയപ്പോഴാണ് ഇറ്റലിക്ക് വേണ്ടി ആ സമനില ഗോൾ വരുന്നത്. സബ്ബായി ഇറങ്ങിയ മാത്തിയ സഗ്ഗാഗ്നിയായിരുന്നു ഇറ്റലിക്ക് വേണ്ടി ഗോൾ നേടിയത്. അദ്ദേഹം വെറും 9 മിനിറ്റ് മാത്രമാണ് ഈ കളിയിൽ കളിച്ചിട്ടുള്ളത്. ഇറ്റലി ആരാധകരെ സംബന്ധിച്ച് ആവേശത്തിന്റെ പരകോടിയിലെത്തിയ നിമിഷം ക്രൊയേഷ്യൻ ആരാധകർക്ക് നിരാശയും. ഗ്രൂപ്പ് ബിയിൽ ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പെയിൻ അൽബേനിയയെ പരാജയപ്പെടുത്തി. ഇപ്പോൾ ഗ്രൂപ്പ് ബിയിലെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ഇറ്റലിയും സ്പെയിനുമാണ് റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നിട്ടുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.